മമ്മൂട്ടി, ജയറാം, ശ്രീനിവാസൻ, പാർവതി, സത്യൻ അന്തിക്കാട് തുടങ്ങിയവർ ഒരു സിനിമക്കായി ഒന്നിക്കുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏതുതരം സിനിമയാണ്? ഒരു യൂഷ്വൽ സത്യൻ അന്തിക്കാട് സ്റ്റൈൽ കുടുംബചിത്രമായിരിക്കുമല്ലേ? പക്ഷേ 1989 ഇവർ ഒന്നിച്ചപ്പോൾ പിറന്നത് മലയാളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ഷൻ ത്രില്ലർ മൂവിയായ അർത്ഥമാണ്. ശരിക്കും അർത്ഥത്തിനു വേണ്ടി സത്യൻ അന്തിക്കാട് തന്റെ ട്രാക്ക് മാറ്റിപ്പിടിക്കുകയായിരുന്നു. മമ്മൂട്ടിയും സത്യനും ആദ്യമായി ഒന്നിച്ച ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ് എന്ന ചിത്രം തിയേറ്ററിൽ വേണ്ടത്ര വിജയമായിരുന്നില്ല. അതൊരു യൂഷ്വൽ സത്യൻ അന്തിക്കാട് ചിത്രമായിരുന്നു. ശ്രീനിവാസനായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരുന്നത്. പിന്നീട് സത്യനെ കണ്ടപ്പോൾ മമ്മൂക്ക ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്കെന്താ മോഹൻലാലിനെ വെച്ച് ഹിറ്റുണ്ടാക്കാൻ മാത്രമേ അറിയൂ, എന്നെ വെച്ച് എന്തുകൊണ്ടൊരു ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല? തമാശയ്ക്ക് ചോദിച്ചതാണെങ്കിലും സത്യൻ അന്തിക്കാട് അത് കാര്യമായി എടുക്കുകയും ചെയ്തു. മമ്മൂക്കയെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രസന്റ് ചെയ്തു തന്റെ യൂഷ്വൽ സ്റ്റൈൽ വിട്ടൊരു ചിത്രം എടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ സത്യൻ അന്തിക്കാട് അതുവരെ വർക്ക് ചെയ്യാതിരുന്ന തിരക്കഥാകൃത്ത് വേണു നാഗവള്ളിയുമായി ചേർന്ന് കഥകൾ ആലോചിക്കാൻ തുടങ്ങി. ത്രില്ലറും ഹ്യൂമറും ഒരുപോലെ വഴങ്ങുന്ന ഒരാൾ എന്ന നിലക്കാണ് വേണു നാഗവള്ളിയിലേക്ക് എത്തുന്നത്. അങ്ങനെ അവസാനം അവർ അർത്ഥത്തിന്റെ കഥയിലേക്ക് ലാഞ്ച് ചെയ്യുകയും ചെയ്തു. തമിഴ് എഴുത്തുകാരായ ശുഭയുടെ എതിർക്കാറ്റ് എന്ന കഥയെ ബേസ് ചെയ്താണ് അർത്ഥം സിനിമ ഒരുക്കിയത്. ബെൻ നരേന്ദ്രൻ എന്ന ക്യാരക്ടറായി മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ് അപാരമായിരുന്നു. ലുക്കിലും ഡ്രസ്സിങ്ങിലുമെല്ലാം ഒരു പുതിയ സ്റ്റൈൽ. മമ്മൂക്കിയുടെ ഹെയർ കട്ട് അക്കാലത്ത് ട്രെൻഡിങ് ആവുകയും ചെയ്തിരുന്നു. ബെൻ നരേന്ദ്രൻ എന്ന പേര് പോലും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഇത്തരത്തിലൊരു സ്റ്റൈലിസ്റ്റ് പേര് ഈ ക്യാരക്ടറിന് വേണമെന്ന് സത്യൻ അന്തിക്കാടിനും നിർബന്ധമുണ്ടായിരുന്നു. ഈ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ക്യാരക്ടറൈസേഷനും വളരെ ഗംഭീരമായിരുന്നു. അനാഥനായ ബെൻ നരേന്ദ്രൻ ജീവിതമെടുത്ത് ആത്മഹത്യ ചെയ്യാൻ റെയിൽവേ പാളത്തിലേക്ക് പോകുന്നതും അവിടെ വെച്ച് ജയറാമിന്റെ ജനാർദ്ദൻ അഥവാ ജനു എന്ന ക്യാരക്ടറിനെ കണ്ടുമുട്ടുകയും ജനു ഒരു കൊലപാതകം ചെയ്ത് വന്നതാണെന്നും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നും അറിയുകയും തുടർന്ന് ജനുവിന് വേണ്ടി ആ കൊലപാതകം ഏറ്റെടുത്ത് ബെൻ നരേന്ദ്രൻ ജയിലിൽ പോകുന്നതുമാണ് സിനിമയുടെ തുടക്കം. ബാക്കി കഥ എന്തായാലും കണ്ടവർക്ക് അറിയാമായിരിക്കും, കാണാത്തവർ തീർച്ചയായും കാണുക. വളരെ ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് അർത്ഥം. അക്കാലത്തെ സാമൂഹ്യ സാഹചര്യങ്ങളെയും സംഭവ വികാസങ്ങളെയും പ്രമേയമാക്കിയ സിനിമ തിയേറ്ററിൽ വൻ വിജയമായി. ശ്രീനിവാസൻ അഡ്വക്കേറ്റ് PS നെന്മാറ എന്ന വേഷത്തിലെത്തിയപ്പോൾ ശരണ്യ, മാമുക്കോയ, മുരളി, ഫിലോമിന, സുകുമാരി തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തി. ജോൺസൺ മാസ്റ്റർ സംഗീതവും വിപിൻ മോഹന്റെ സിനിമാറ്റോഗ്രാഫിയും ചിത്രത്തിൽ എടുത്തു പറയേണ്ടതാണ്. ചിത്രത്തിലെ ശ്യാമാംബരം എന്ന് തുടങ്ങുന്ന ഗാനം ഇപ്പോഴും ഹിറ്റ് ചാർട്ടിലുള്ളതാണ്. എന്തായാലും സത്യൻ അന്തിക്കാട് മമ്മൂട്ടി കോമ്പിനേഷനിലെ വളരെ ശ്രദ്ധേയമായ സിനിമ തന്നെയാണ് അർത്ഥം. തുടർന്ന് അങ്ങോട്ടും ഈ കോംബോ ഒന്നിച്ചപ്പോൾ സത്യൻ അന്തിക്കാട് തൻ്റെ യൂഷ്വൽ ട്രാക്ക് മാറ്റിപ്പിടിച്ചുള്ള സിനിമകൾ തന്നെയായിരുന്നു ഇറങ്ങിയത്. കനൽക്കാറ്റ്, കളിക്കളം തുടങ്ങിയ സിനിമകൾ ഇതിന് ഉദാഹരണമാണ്. എന്തായാലും അർത്ഥം സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്തരത്തിൽ ഓൾഡ് ഈസ് ഗോൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.